നീ എന്താ കാണിക്കുന്നത്? നീ തന്നെ ഓടിച്ചു പഠിച്ചത്, നീ തന്നെ ഓടിച്ചത്. ചൈനനെ പഠിപ്പിക്കത്തില്ലയോ? ഞാൻ പഠിപ്പിക്കുന്നത് നീ തന്നെ കൊണ്ട് പഠിപ്പിക്കുക. ചൈനനെ പഠിപ്പിക്കത്തില്ലേ? പഠിപ്പിക്കുന്നില്ല ഞാൻ നിന്നെ. എനിക്ക് വയ്യായിരിക്കും, എനിക്ക് വയ്യ ഓടി ഓടി ചാവാൻ എനിക്ക് വയ്യായിരിക്കും. വേണ്ട, നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട. എന്റെ പപ്പ ഉണ്ടല്ലോ, എന്റെ പപ്പ എന്നെ പഠിപ്പിക്കും. എന്റെ പപ്പ ഇവിടെ പാപ്പ ഇവിടെ പഠിപ്പിക്കുന്ന ഒരു 2 ചുവട് വെച്ചിട്ട് 3ാമത്തെ ചുവടിന് കാലിനോട് അനുവാദം ചോദിക്കുന്നവനാ നിന്നെ സ്കൂട്ടർ ഓടിക്കാൻ പഠിപ്പിക്കുന്നത്. പഠിപ്പിക്കേണ്ടി വന്നു. കളിയാക്കൊന്നും വേണ്ട. എന്റെ പപ്പ കണ്ടിട്ടില്ലാത്ത വണ്ടി ഒന്നും ഇപ്പൊ ഈ നേരത്തിൽ കൂടെ ഓടുന്നില്ല. കേട്ടോ CCTV? CCTV അല്ലാണ്ട് അപ്പുറത്ത് ഇരിക്കുന്നത് എപ്പോഴും നോക്കിയാൽ ഇവിടെ പപ്പ ഔസേപ്പ് കഴിഞ്ഞ സന്ധ്യയ്ക്ക് ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞങ്ങളുടെ ഇളയ ചേർക്കാൻ റിമോട്ട് കാർ ഓടിക്കുന്ന കണ്ടിട്ട് പേടിച്ചിട്ട് അവൻ പെരക്കകത്ത് കയറി ഇരുന്നിട്ട് 10 മിനിറ്റ് കൊണ്ട് ബൈബിൾ വായിച്ച് തീർത്തതാണ്. എന്നിട്ട് എപ്പോൾ ഞാൻ കണ്ടാലും 2 കുരിശ്. പപ്പയുടെ കയ്യിൽ ഒരു കുരിശേ ഉള്ളൂ. ഒന്നും തില്ല പപ്പ. നിങ്ങളെ കാട്ടി എന്തുമായാലും ബുദ്ധിയും വിവരമുള്ള മനുഷ്യനാണ് എന്റെ പപ്പ. ഭയങ്കര ബുദ്ധിയുള്ളത് ഇവരുടെ പപ്പായ്ക്ക്. ഇവരെ വീട്ടിൽ ആദ്യമായിട്ട് ടേബിൾ ഫാൻ വാങ്ങിച്ചിട്ട് അതിന്റെ സൗകര്യാർത്ഥം ഇങ്ങനെ നടന്ന് കാറ്റ് കൊണ്ടുവന്ന അവൻ അന്നേരം അവനറിയത്തില്ല ഒരു വട്ടം ഞെക്കി കഴിക്കാറുണ്ടെങ്കിൽ ആ റൊട്ടേറ്റ് നീക്കി ഉടനെ കാറ്റ് കൊള്ളാം. നിന്റെ പപ്പാടെ ബുദ്ധി. നല്ല ഒന്നാന്തരം ഒരു വീട് വാർക്ക വെച്ച നല്ല ഒന്നാന്തരം ഒരു വീട് അവിടെ കിടന്നിട്ട് ഈ മൈതാനത്ത് കിടന്ന് വടക്കൊണ്ടാക്കി നാട്ടുകാരെ കൊണ്ട് പറയിക്കാൻ ഉണ്ടായതൊക്കെ. ആ വീട്ടിൽ കിടന്ന് വടക്കൊണ്ടാക്കി 4 ചുവരിനും അടിച്ച് എന്റെ തെറി ഞാൻ തന്നെ കേൾക്കേണ്ടി വരും. എനിക്ക് കൺഫ്യൂഷൻ അടിക്കും. പറഞ്ഞങ്ങ് നടക്കൂടി. ഓട് പോന്നു